ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് 2 ദിവസമായിട്ട് എടുത്തിട്ടുള്ള ഈവനിങ് വ്ളോഗാണ് കേട്ടോ. 2 ദിവസത്തെ ഈവനിങ് വ്ളോഗാണ്. രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു വ്ളോഗാക്കിയിട്ട് അപ്ലോഡ് ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കയ്യിൽ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ടൈമിൽ ഞാൻ ജ്യൂസാക്കി കൊടുക്കും, ചായ വെക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ചായ വെക്കാണ്ട് മുന്തിരി ഉണ്ടായിരുന്നു, അത് ജ്യൂസാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാനൊരു ഈവനിങ് വ്ളോഗായിട്ട് ഷൂട്ടാക്കിയതായിരുന്നു. പക്ഷേ എനിക്ക് മോർണിംഗ് റൊട്ടീൻ ഷൂട്ടാക്കുന്ന പോലെ അധികമൊന്നും വീഡിയോ എടുക്കാനുണ്ടാവില്ല കേട്ടോ ഈവനിങ്ങിന്. അപ്പോൾ അത് കാരണം കുറച്ച് എടുക്കും, എന്നിട്ട് പിന്നെ ഞാനങ്ങ് വൈൻഡപ്പ് ചെയ്യാണ് ചെയ്യാറ്. പിന്നെ അതൊരു വ്ളോഗിൻ്റെ ഒരു വ്ളോഗായി ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത്തെങ്കിലും വേണ്ടേ, അത്രയൊന്നും ഇല്ലാന്ന് തോന്നുമ്പോൾ പിന്നെ ഞാൻ അപ്ലോഡ് ആക്കാതിരിക്കാറാണ്. അപ്പോൾ ഇന്ന് 2 ദിവസം അങ്ങനെ ആയിട്ട് എടുത്തിട്ടുള്ളതുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ കൂട്ടി ഒന്നാക്കിങ്ങാണ്ട് വീഡിയോ ആക്കിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ജ്യൂസാക്കുകയെന്ന് മുന്തിരിയാണ് കേട്ടോ ജ്യൂസാക്കുന്നത്. അപ്പോൾ മക്കൾക്കാണെങ്കിലും ചായനേക്കായും ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും വന്ന് ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കും കേട്ടോ. ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്, രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജ്യൂസാകുമ്പോൾ എന്നാൽ തണുപ്പ്, ഇപ്പോഴത്തെ ചൂടിന് എന്തെങ്കിലും തണുപ്പ് ചെല്ലട്ടെ എന്നും വിചാരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. എന്താ അറിയില്ല, കുറച്ച് കമൻറ്റും കാര്യങ്ങളും ലൈക്കൊക്കെ കുറവാണ് കേട്ടോ. ഇതിനിടയിൽ നമുക്ക് നല്ല വ്യൂസും നല്ല കമൻസും നല്ല ലൈക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല പോലെ കമൻറ്റ് കുറവാണ്, ലൈക്കും കുറവാണ് കേട്ടോ. അപ്പോൾ ജ്യൂസ് ഇവിടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 3 പേരും കൂടെ കുടിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, ഇപ്പോൾ ഞാൻ അവൾ സ്കൂൾ വിട്ട് വന്നപാടെ ജ്യൂസാക്കി കൊടുത്തു. പിന്നെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു കിച്ച് പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആ ഒരു എന്താ പറയുക, ഒരിത് വരും, ആ ഒരിതില്ലേ അതന്നെ, അത് വരും കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമാതിരി സംസാരിക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ജ്യൂസൊക്കെ ഉണ്ടാക്കി ആ ഒരു പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പോൾ തന്നെ ആ ഒരു വീതന തുടച്ചിടുകയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ ഇരിക്കും. പിന്നെ അതൊക്കെ തുടച്ചിട്ടതിന് ശേഷം ഇനിയിപ്പോൾ കനത്തിനൊന്നും ആയിട്ടില്ലല്ലോ, ഫുഡ് കഴിക്കണമെങ്കിൽ ഇനിയിപ്പോൾ രാത്രി ആവണം. അതുവരെ സ്കൂളിൽ നിന്ന് ഉച്ചക്ക് കൊണ്ടുപോയ 2 വറ്റി കഴിച്ചതായിരിക്കും. അയാനക്കുട്ടിയും അംഗനവാടിയിൽ നിന്ന് ആ ഒരു കുറച്ച് ചോറ് തിന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു, ന്യൂഡിൽസ് ഒരുപാടായിരുന്നു കേട്ടോ ന്യൂഡിൽസ് വാങ്ങിച്ചിട്ട്. അപ്പോൾ തലേ ദിവസം വാങ്ങിച്ചതായിരുന്നു ന്യൂഡിൽസ്. കണ്ടപ്പോൾ ഞാനങ്ങനെ എപ്പോഴൊന്നും വാങ്ങിക്കാറില്ല. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഞാനിപ്പോൾ കുറേ ആയിട്ട് ന്യൂഡിൽസ് വാങ്ങിയിട്ട് എനിക്ക് വാങ്ങിക്കാനേ തോന്നാറില്ല. കുറേ ആയിട്ടുണ്ട് കേട്ടോ വാങ്ങിയിട്ട്. അപ്പോൾ കടയിൽ നിന്ന് കണ്ടപ്പോൾ ഒരു കൊതി തോന്നിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ അതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ പിന്നെ ഇനി കുറച്ച് നേരം അതുമ്പോൾ നടക്കുമല്ലോ രാത്രി ആവുന്നത് വരെ, എന്തായാലും വിശന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ആ ഒരു പൊടിയും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിങ്ങാണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് പിന്നെ 2 പേർക്ക് അത് കൊടുത്ത് 2 പേരും പിന്നെ കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഈവനിങ്ങിനും അധികം കുക്കിങ്ങോ കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവാറില്ല. പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഒരു വീഡിയോ കുറച്ചൊരു ലെങ്ത്തേലും ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ രാത്രിക്ക് ചോറ് വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര നേരത്തേക്ക് ചോറ് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴേക്കും കേട് വരൂലേന്ന്. ഞാൻ രാത്രിക്കൽക്ക് വേറെ വെക്കാറാണ് കേട്ടോ. എന്നാൽ മക്കൾക്ക് ചൂടോടുകൂടി കഴിക്കുകയും ചെയ്യുക, കേട് വരികയും ചെയ്യൂല. കാരണം ഉച്ചക്കൽക്ക് പാകമായിട്ടുള്ളത് വെക്കും. ഇനി അഥവാ ഉച്ചക്കലത്തിൽ കുറച്ച് ചോറ് ബാക്കി വരികയാണെങ്കിൽ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് അത് വൈകുന്നേരം എടുത്തുങ്ങാണ്ട് തിളപ്പിച്ച് ഊറ്റിയാണ് ചെയ്യാറ്. ഇത്ര ഇടങ്ങാറാവാൻ നിൽക്കണം എന്തിനാണ്, ഒറ്റ വെപ്പ് വെച്ചാൽ പോരെയെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഒറ്റ വെപ്പ് വെക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ടൈം ഒരുപാട് വൈകി പോകും കേട്ടോ. പിന്നെ എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു ചൂടിന് ചോറ് രാവിലെ നേരത്തെ റേഷൻ അരിയൊക്കെ ആവുകൊണ്ട് ഒരു വെള്ളം വന്ന പോലെ ഒരു ഫീല് വരും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ഈ ഒരു ചൂടായത് കാരണം ഞാൻ എന്ത് ചെയ്യും, 2 നേരം കുറച്ച് എടുത്ത് വെച്ചാൽ മതിയല്ലോ. കുക്കറിലാവുമ്പോൾ 2 വിസിൽ, റേഷൻ അരി എന്നിട്ടോ ഞാൻ കാര്യമായിട്ടും വെക്കാറ്. അപ്പോൾ 2 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ അത് റെഡിയായി കിട്ടും. അപ്പോൾ പിന്നെ വലിയ പണിയൊന്നും തോന്നാറില്ല. ഇനിയിപ്പോൾ മീൻ പൊരിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ മീനും കൂടെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചോറ് എന്താ പറയുക, ദോശക്കുള്ള അരി ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാസറോളിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ടൊക്കെ കുതിർന്ന് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് അതിലിട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പം മഗ്‌രിബ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മീനും പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ടുണ്ട്.
ഇനിയിപ്പോൾ അരി ആട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 മണിക്കൂറൊക്കെ കൊണ്ടൊക്കെ നല്ല പോലെ നമുക്ക് കാസറോളിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളൂ കേട്ടോ. ഇനി അത് കൂട്ടി വെക്കുകയാണ്, നാളെ അപ്പം ചൂടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, 2 നേരവും പണിയെടുക്കുമ്പോൾ എന്താ പറയുക, ചിലർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതൊരു പണിയായിട്ടൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഒരു ചോറ് വെക്കൽ മാത്രമേ ഞാൻ രാത്രി ചെയ്യാറുള്ളൂ. കൂട്ടാൻ ഇല്ലെങ്കിൽ ഉണ്ടാക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടാനും കറിയൊക്കെ ഒരു നേരം തന്നെയാണ് കേട്ടോ വെക്കാറ്. രാവിലെ മാത്രമാണ് വെക്കാറ്. പിന്നെ ഇപ്പോൾ അതൊന്നും ഗ്യാസുമ്മേ ആകുമ്പോൾ വലിയൊരു പണിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ആ കഴിക്കേണ്ട ആ ഒരു ടൈമിൽ വന്നെങ്ങാണ്ട് അത് കുക്ക് ചെയ്ത് അതങ്ങ് കഴിച്ച് കിച്ചണിൽ നിന്നാണ് പോകും. ഏകദേശം ഇനിയിപ്പോൾ കഴിക്കാനും കുക്ക് ചെയ്യാനൊക്കെ കൂടെ ഒരു 1 മണിക്കൂർ എടുത്ത് അങ്ങനെ അന്നത്തെ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ അരച്ച് അവിടെ സെറ്റാക്കി വെച്ച് അന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ താത്തയും കുട്ടികളും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ചിക്കനൊക്കെ വിളിച്ച് പറഞ്ഞ് ചിക്കൻ കൊണ്ടുവരിച്ചിട്ടുണ്ട്. കടയിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്ക് വരുമ്പോൾ എന്തായാലും ചായയും സ്നാക്സും വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ ബ്രെഡ് കൊണ്ടുവന്നത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്, കുട്ടികൾക്കാകുമ്പോൾ അത് ഇഷ്ടാവും ചെയ്യുമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാനൊരു 2-3 എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് വേവിച്ചിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിങ്ങാണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് ഉള്ളി വാട്ടിയതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്യണതും അതുപോലെ ചിക്കൻ കഴുകണതും അങ്ങനെയൊക്കെ കൂടെ എനിക്കെന്തോ മൊത്തത്തിൽ എങ്ങനെ ഇവിടെ തുടങ്ങണം, എന്താക്കുക, ആകെപ്പാടൊരു കൺഫ്യൂഷനായിട്ടോ. ടൈം വൈകുമോ, അവരെപ്പോഴാണ് എത്തുക, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അങ്ങനെ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ മൊത്തത്തിൽ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ട് റെഡിയാക്കാൻ വിചാരിച്ചു. പിന്നെ അപ്പോഴേക്കും എന്താ പറയുക, സിനു വന്നു. പിന്നെ സിനുവിനോട് അങ്ങനെ വർത്താനം പറഞ്ഞ് ഓരോ പണികളൊക്കെ എടുക്കുന്നതിനിടക്ക് പിന്നെ ഒരു 5:30 ആയപ്പോൾ അവർ വന്നു. അപ്പോൾ മക്കൾക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ചിട്ട് പിന്നെ ജ്യൂസും സാൻഡ്വിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരിക്കും ഈ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാൻഡ്വിച്ച് ഞാനിതാ മുട്ട ബീറ്റ് ചെയ്യല്ല, മിക്സ് ചെയ്തിട്ട് അതിലൊരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് അതിലിതാ ബ്രെഡ് ഇതുപോലെ അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചും മറിച്ചിട്ടും ഡിപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് അത് ലോ ഫ്ലെയിമിൽ തീയിൽ ചട്ടി വെച്ച് ഒരിച്ചിരി എണ്ണാക്കി കൊടുത്ത് അതിൽ ഫസ്റ്റ് ലെയർ വെക്കും. അതിൻ്റെ മുകളിൽ ഈ മസാല വെച്ച് സെക്കൻഡ് ലെയർ അതേപോലെ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ഇതാ ഇതുപോലെ വെച്ച് തിരിച്ചും മറിച്ചിട്ടുങ്ങാണ്ട് വേവിച്ചെടുക്കും. എന്നിട്ടിത് എന്താ പറയുക, കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച് റെഡിയായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ ചിക്കന് മസാല തേക്കാൻ. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴേക്കൊക്കെ താത്തയും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സീനും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ അവിടെ വർത്താനം പറഞ്ഞ് അങ്ങനെ വർത്താനം പറയുന്നുണ്ട്, അതിനിടയിൽ പണികൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ചിക്കന് മസാലയൊക്കെ തേച്ച് അതവിടെ മാറ്റി വെച്ച് പിന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളി അരിയാനും കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുള്ളത്. എന്തോ ഇന്ന് മൊത്തത്തിലൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിയാൻ പറ്റാത്തൊരു രീതിയിലായിപ്പോയിട്ടോ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത്. ബാങ്ക് കൊടുക്കാനും ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴേക്കിന് എന്തൊക്കെ പണികളാണ് തീർക്കാൻ പറ്റുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആകെ കൺഫ്യൂഷനായിപ്പോയി കേട്ടോ. ഇനിയിപ്പോൾ അതാ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്ത് പിന്നെ ഞാൻ മസാല വേഗം എന്ത് ചെയ്തു, കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ചോറ് വേവിക്കാനുള്ള വെള്ളം ഈസി കുക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ കടന്ന് തിളക്കും ചെയ്യട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതുകൾ സെറ്റാക്കും ചെയ്യാമല്ലോ വിചാരിച്ചു. ഇനിയിപ്പോൾ അതാ ചട്ടി വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാന്ന് കേട്ടോ. ചിക്കൻ ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി വെക്കുന്നത്. മസാല ഇതാ കുക്കറിൽ ഇട്ടിട്ട് അതും അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ഗ്യാസും കൂടിയും കറണ്ട് അടുപ്പിലും ഒക്കെ സാധനങ്ങൾ കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ബിരിയാണി ആണെങ്കിലും റെഡിയാക്കാൻ പറ്റും. ഇതിലും ഈസിയാണ് കേട്ടോ മന്തി റെഡിയാക്കാം. പക്ഷേ നമുക്ക് മന്തിയുടെ അരി കിട്ടണമെങ്കിൽ നമ്മളുടെ തൊട്ട കടയിൽ കിട്ടൂല. അത് പുറത്ത് കൊടക്കാട് നമുക്ക് അവിടെ പോയിങ്ങാണ്ടേ കിട്ടുള്ളൂ കേട്ടോ. നമ്മളുടെ തൊട്ടൊരു കട ഉണ്ട്, അവിടെ ബിരിയാണി അരി കിട്ടുള്ളൂ, മന്തിയുടെ റൈസ് കിട്ടൂല കേട്ടോ, ബസ്മതി റൈസ് കിട്ടൂല. അപ്പോൾ പിന്നെ അതാണെന്നുണ്ടെങ്കിൽ പിന്നെ എത്ര പണിയോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ, എളുപ്പം കുക്കറിൽ റെഡിയാക്കാൻ പറ്റുമല്ലോ. കുക്കറിലാണെങ്കിൽ ഏതിലാണെന്നുണ്ടെങ്കിലും എളുപ്പം റെഡിയാക്കാമല്ലോ. പക്ഷേ നമുക്ക് മന്തിയുടെ അരി കിട്ടൂല കേട്ടോ. ഇവിടെ പെട്ടെന്ന് വേണമെന്ന് തോന്നിയാൽ കിട്ടൂല, ആദ്യം കൊണ്ടുവന്ന് വെക്കുകയൊക്കെ ചെയ്യണം കേട്ടോ.
അല്ലെങ്കിൽ ആരുടെയിലൊക്കെ പറഞ്ഞയക്കണം. അതിനിപ്പോൾ പറഞ്ഞയക്കാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ കാക്കുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ അവിടെ ഫ്രൈ ആക്കിയിട്ട് എന്താ പറയുക, ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്യാപ്പിൽ ഞാനിതാ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ പാത്രങ്ങൾ ഇങ്ങനെ കഴുകുമ്പോൾ എനിക്ക് എന്ത് ഓർമ്മ എന്ന് അറിയോ, ഈ വീഡിയോ കാണുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കൊറിയൻസിൻ്റെ അതേപോലെ ജപ്പാനീസിൻ്റെ ഒക്കെ ക്ലീനിങ് വീഡിയോ കാണുമ്പോൾ അവർ ഇതേപോലെയല്ലേ ഭയങ്കര സ്പീഡിൽ പാത്രം കഴുകലും കിച്ചൺ ക്ലീനിങ്ങും അവരുടെ റീൽസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ ഇതേപോലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പോൾ അതുപോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇങ്ങനെ സ്പീഡിൽ ഞാൻ സ്പീഡാക്കി കൊടുത്തതാണ്. അങ്ങനെ ചെയ്തപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. അപ്പോഴേക്കും ഇത് നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് എന്താ പറയുക, അരി കഴുകി അതിനിടയിൽ ഞാൻ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ എൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, മഗ്‌രിബ് നിസ്കാരം കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ അതാ അരി ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ച് അത് അത്യാവശ്യം നല്ല പോലെ വെന്ത് വന്നപ്പോൾ ഇനിയിപ്പോൾ അത് ഊറ്റാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടയിൽ കൊള്ളില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം തന്നെ സെറ്റാക്കി വെച്ചു കേട്ടോ, 2 കൊട്ടയും അതിനിടയിൽ വെള്ളം വാരാൻ വേണ്ടി ഓരോ പാത്രമൊക്കെ സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഇതാ അരി ഏകദേശം റെഡിയായി വന്നപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. 2 കൊട്ടകളിലേക്കായിട്ട് ഊറ്റിയെടുക്കുകയാണ്. ഇനി മസാല അവിടെ ഞാൻ അപ്പോഴേക്കും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് മസാലയും ചിക്കനും കൂടെ ഒക്കെ ഒന്നായി സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒക്കെ കൂടെ എനിക്ക് വീഡിയോ എടുക്കാൻ മൊത്തത്തിൽ കൺഫ്യൂഷനായി പോയിട്ട് എവിടെ എങ്ങനെ എടുക്കുക എന്നുള്ളത് എപ്പോഴും എടുക്കണ എനിക്ക് പോലും. ഞാൻ അതാണ് മാക്സിമം ആരെങ്കിലും വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതേമാതിരി ഗസ്റ്റ് വരുന്ന ടൈമിൽ ഫുഡ് ഉണ്ടാക്കുമ്പോഴൊന്നും ഈ ക്യാമറനെ കൊണ്ടുവരാത്തത് കേട്ടോ. മൊത്തത്തിൽ എനിക്ക് കൺഫ്യൂഷനായി പോകും. നമ്മൾ ഒറ്റയ്ക്ക് ആയിട്ട് ഫുഡ് ഉണ്ടാക്കി വീഡിയോ എടുക്കണം, പ്ലാൻ ചെയ്ത് വീഡിയോ എടുക്കണ പോലെയല്ല. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ക്യാമറയൊപ്പം കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ആരെങ്കിലും വരുമ്പോഴുള്ള വീഡിയോസ് ഒഴിവാക്കുന്നത്. ഒരു തവണ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുടുംബക്കാരും വരാറില്ലേ എന്നൊക്കെ. അത് ചിലപ്പോൾ ഇതേപോലെ കാണാത്തതുകൊണ്ടായിരിക്കും. വീഡിയോയിൽ വരാറുണ്ട്. ഞാൻ മാക്സിമം വീഡിയോസ് അങ്ങനത്തത് ഒഴിവാക്കാറാണ്. നമ്മൾ അവർക്ക് കൊടുക്കണ ഫുഡും കാര്യങ്ങളും അത്രയും നല്ല രീതിയിൽ കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ. അതിന് ആര് വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഒന്ന് കൊടുത്ത് വിട്ട് ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടായിരിക്കും കേട്ടോ. അപ്പോൾ അത് മാക്സിമം ഞാൻ ശ്രദ്ധിക്കണ ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് ആര് വന്നാലും അവരെ ഫുഡ് കഴിപ്പിച്ച് വിടണം എന്നുള്ളൊരു മൈൻഡായിരിക്കും കേട്ടോ. അത് ഞാൻ തന്നെ വെച്ച ഫുഡ് കഴിപ്പിച്ച് വിടണം കേട്ടോ. പെട്ടെന്ന് ഓർഡർ ചെയ്ത് വരുത്ത് അതിനോടൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഫുഡ് അങ്ങനത്തെ കഴിക്കൂല എന്നല്ല കേട്ടോ. എനിക്ക് എൻ്റെ കൈ കൊണ്ട് വെച്ച് വിളമ്പി കൊടുത്ത് അത് അവർ കഴിച്ച് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇനിയിപ്പോൾ അതാ എൻ്റെ വർത്തമാനത്തിൻ്റെ ഇടയിൽ നമ്മുടെ ദമ്മിടൽ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദമ്മക്കെട്ട് ഈ ഒരു ചെമ്പ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ മറന്നു പോയിട്ടുണ്ടാകും കേട്ടോ. ഒന്നാൾ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കിയ വീഡിയോ എടുത്തില്ലേ, അന്നാണ് കേട്ടോ എനിക്ക് ഈ ഒരു ചെമ്പിൽ അത്യാവശ്യം ഒരു 2 കിലോനൊക്കെ വേവും എന്നുള്ളത് മനസ്സിലായത്. ഇനിയിപ്പോൾ അതിനിടയിൽ ദമ്മ് ഞാൻ നേരത്തെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് പൊട്ടിച്ച വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. തറവാട്ടിക്ക് ഉപ്പാക്കൂറ്റും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ദമ്മ് നേരത്തെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളും മക്കളും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക അവർക്കുള്ള ഫുഡ് കൊടുത്ത് പിന്നെ ഇനി ഞങ്ങൾ കുട്ടികൾക്കും കൊടുത്ത് ഞങ്ങളും കഴിക്കണം. അപ്പോൾ താത്ത കുട്ടികൾക്കുള്ളത് വിളമ്പിയിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ സിനുവിനോട് വർത്താനം പറഞ്ഞപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും സിനുവിനല്ലേ ഇപ്പോൾ പ്രസവത്തിന് കൊണ്ടുപോയി എന്നുള്ളത്. സിനുവിനെ കൊണ്ടുപോയി 2 ദിവസം കഴിഞ്ഞ് സിനു വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ച നിന്നിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോകും. വെറുതെ ഒരാഴ്ചക്ക് വീണ്ടും വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ ഇനിയിപ്പോൾ ഒരു ദിവസം അവിടെ കണ്ടില്ലെങ്കിലും ആളവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സമാധാനമാണ് കേട്ടോ. നമുക്ക് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് വർത്താനം പറയാൻ സായിത്താത്തെ അല്ലെങ്കിൽ ഓളോ ആരെങ്കിലുമൊക്കെ അപ്പുറം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സമാധാനമാണ് കേട്ടോ. വർത്താനം പറയാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അതാ ഫുഡേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടേബിൾ ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ നമ്മളുടെ വീഡിയോയും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു തട്ടിക്കൂട്ട് വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ ബിരിയാണി പോലെ തന്നെ. പക്ഷേ ബിരിയാണി കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് ടെൻഷനായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വീഡിയോയും ഫുഡും ഒക്കെ കൂടെ കുറച്ച് ടെൻഷനായി എന്നുള്ളൂ. അല്ലാണ്ട് ബിരിയാണിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താത്താനെയും കുട്ടികളെയും കാണിച്ചില്ല വിചാരിക്കേണ്ട. താത്താക്ക് ഇപ്പോൾ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. എന്തെങ്കിലും താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരണ്ട് കേട്ടോ. കുട്ടികളാണെങ്കിൽ നല്ല കളിയിലും കാര്യങ്ങളിലും. അപ്പോൾ പിന്നെ ഞാൻ
ഓലടുത്തേക്കും ക്യാമറയും കൊണ്ടൊന്നും പോയില്ല. പിന്നെ ഞാൻ എന്താത്തി അവിടെ തറവാട്ടിക്ക് കുറച്ച് നേരം പോയി അവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ നേരം വൈകിട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.